നമുക്കൊരു ചായ കുടിച്ചാലോ? റാംമോഹൻ സുമയോട് പറഞ്ഞു. ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് സുമ കിച്ചണിലെത്തി. ഫ്ലാസ്കിൽ നിന്ന് ചായ പകരുമ്പോൾ ഒരു കരച്ചിൽ ശബ്ദം ലതയുടെ മുറിയിൽ നിന്ന് കേട്ടു. സുമ വാതിൽ മുട്ടി വിളിച്ചു. ലതേ, ലതേ, വാതിൽ തുറന്നേ. എനിക്ക് തുറക്കാൻ കഴിയുന്നില്ല ചേച്ചി, കാലുവേദനയുണ്ട്. സുഖമില്ലാതിരിക്കുന്ന നേരത്ത് വാതിൽ അടച്ചു. സുഖമില്ലാത്ത നേരത്ത് വാതിൽ പൂട്ടിയിട്ടാൽ ഞാൻ എങ്ങനെ തുറക്കും ലതേ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ചായ കുടിക്ക്. നിന്റെ ബെഡിൻ്റെ അടുത്തുള്ള ജനാല അടയ്ക്കാൻ പറ്റാത്തത് നന്നായി. അതുവഴി ഞാൻ കൊണ്ടുവന്ന് തരാം. സുമ വീടിൻ്റെ പുറത്തിറങ്ങി ലതയുടെ മുറിയിലെ ജനാല ഒരു കത്തി കൊണ്ട് തെന്നി തുറന്നു. ചായ അതുവഴി അവൾക്ക് കൊടുത്തു. ലത അതിയായി സന്തോഷിച്ചു. ബെഡിലിരുന്ന് അവൾ ചായ കുടിക്കാൻ തുടങ്ങി. വീണ്ടും സുമ കിച്ചണിലെത്തി ചായ പകർന്നു റാംമോഹൻ്റെ മുറിയിലെത്തി. അദ്ദേഹം നല്ല ഉറക്കമായിരുന്നു. ചായ മേശപ്പുറത്ത് വച്ചവൾ റാംമോഹനെ നോക്കി. എങ്ങനെ സന്തോഷിച്ച് നടന്ന മനുഷ്യരാണ് ഇപ്പോൾ എന്തുമാത്രം സങ്കടപ്പെടുന്നു എന്ന് ഓർത്തവൾ അതിയായി ദുഃഖിച്ചു. ഇതൊക്കെ താങ്ങാൻ ദൈവം ശക്തി നൽകണേ എന്നവൾ പ്രാർത്ഥിച്ചു. സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും സുമയുടെ മനസ്സിൽ തീ ജ്വലിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു. എന്നെ കാണാനോ മോളെ കാണാനോ ഇനി എൻ്റെ ഭർത്താവിന് കഴിയില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എല്ലാം കണ്ടു നടന്ന വ്യക്തിക്ക് പെട്ടെന്ന് കാണാൻ കഴിയാതെ വന്നാലുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു സാരി ഉടുത്താൽ ഉടനെ അഭിപ്രായം പറയും, നന്നായിട്ടുണ്ട് സുമയെന്ന്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. മോളുടെ വിവാഹം കാണുന്നതെങ്ങനെ? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ മോളുടെ വിവാഹമാണ്. ഞങ്ങൾ കരയുന്നതോ ചിരിക്കുന്നതോ അറിയാൻ കഴിയില്ല. ഒരു സംഭവങ്ങളും പറയാതെ അറിയാനൊക്കില്ല. വിനു നല്ല പയ്യനാണ്, മനസാക്ഷിയുള്ളവനുമാണ്. അവൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടത്തെ മരുമകനായിട്ട് അവൻ വന്നാൽ അദ്ദേഹത്തിന് വലിയൊരു താങ്ങാവും. ഈ സന്ദർഭത്തിൽ പറയാൻ അവസരമുണ്ടോ? പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചത് കണ്ണില്ലാത്ത ഈ സന്ദർഭത്തിൽ എൻ്റെ തന്നിഷ്ടത്തിന് വിലയില്ല. ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കാരണം കല്യാണമേ വേണ്ടെന്നാണ് അവളുടെ നടപ്പ്. കാത്തിരിക്കാം, ഒന്നും പറയണ്ട, സുമ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. കണ്ണില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവഗണന ഒട്ടും തോന്നാത്ത വിധത്തിൽ പെരുമാറാൻ വളരെ ശ്രദ്ധ വേണം. ഇനി ഏതവസരത്തിൽ ഞാനത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? ഞാനും ഒരു വിധത്തിൽ അന്ധയാണ്. ഞാൻ അന്ധയായി മാറിക്കഴിഞ്ഞു. ഞാൻ മാറിയതല്ല, എൻ്റെ അവസ്ഥകൾ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തുകിന എന്നോട് വഴക്കിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി എന്നാണ് അവളുടെ ഭാവം. അവളുടെ വിവാഹം നിഷ്പ്രയാസം നടത്തി കൊടുക്കാൻ സാധിക്കും. ശ്രീധരം അവന് വേണ്ട എന്നാണ് നിർബന്ധം. ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, രജിസ്റ്റർ മാരേജായി. അതാണ് അവർക്കിഷ്ടമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസാക്ഷി ഒന്നുണ്ട്. അദ്ദേഹത്തിന് കണ്ണുണ്ടായതിനേക്കാൾ എനിക്കിപ്പോൾ ബഹുമാനമാണ്. ബഹുമാനക്കുറവ് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തോട് സ്നേഹവും കരുതലും ഇഷ്ടക്കൂടുതലും ഉണ്ടെന്നാണ്. ആദരവുണ്ട്, പണ്ടത്തെക്കാളേറെ. എൻ്റെ ജീവൻ്റെ ജീവനാണ് അദ്ദേഹം. അവൾ ഉറങ്ങുന്ന റാംമോഹൻ്റെ മുഖത്തേക്ക് നോക്കി. സുമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അദ്ദേഹം ധൃതരാഷ്ട്രരായി, ഞാൻ ഗാന്ധാരിയും. ഗാന്ധാരി കണ്ണുകെട്ടി ഭർത്താവ് കാണാത്തതൊന്നും കാണണ്ട എന്ന് നിശ്ചയിച്ചുറച്ചു. ഞാനോ ഇന്ന് 4 കണ്ണുണ്ടായതുപോലെ കുടുംബ ചുമതല എൻ്റെ ചുമലിൽ വീണിരിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിയാണ്. എൻ്റെ ധൃതരാഷ്ട്രർ എന്നെ ചക്രവർത്തിനിയാക്കാൻ പാടുപെട്ട ദൈവമാണ്. അദ്ദേഹത്തിന് കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4 കണ്ണുകളായി എൻ്റെ ഈ 2 കണ്ണുകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കും. സുമ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ പലതും ആലോചിച്ചും സങ്കടപ്പെട്ടും അവൾ സെറ്റിയിലിരുന്നു.